റാഹേൽ മകൻ കോര എന്ന മൂവിയാണ്. ഉബൈനയുടെ ഫസ്റ്റ് പടമായ റാഹേൽ മകൻ കോരയിൽ റാഹേൽ അമ്മയായിട്ട് അഭിനയിച്ചു. ആദ്യമായിട്ടാണ് എൻ്റെ പേര് ഞാൻ അഭിനയിക്കുന്ന എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് എനിക്ക് അഭിനയിക്കാൻ പറ്റി. എന്താണ് നമ്മുടെ പടത്തിന് നമ്മൾ എന്താണ് പറയുക? അടുത്ത പരാതി പറഞ്ഞാലോ എന്നും വിളിച്ച് എന്നെ വഴക്കുണ്ടാക്കുന്നത് ഞാനോടെ കാര്യം പറഞ്ഞുകൊണ്ട്. അപ്പം ഇത് റാഹേലമ്മയുടെ കോര. എന്നെ സിനിമയിൽ കെട്ടിയോളാണ്ട മാലാഖ എന്നെ സിനിമയിൽ നിന്നും ഒരു നല്ലൊരു അഭിനന്ദനം കിട്ടിയത് ബിബിനാണ്. ഫസ്റ്റ് കെട്ടിയോളാണ്ട മാലാഖ കണ്ടിട്ട് ആദ്യമായിട്ട് എനിക്ക് വരുന്നൊരു കോള്. എൻ്റെ അഭിനയം നല്ലതാണ്. എൻ്റെ വീട്ടിലെ ചേച്ചിയപ്പോൾ ഡയലോഗ് ചേച്ചിയപ്പോൾ കുറേ കൂട്ടുകാർ കൂടി വിളിച്ച് അതാണ് എനിക്ക് ഏറ്റവും ആദ്യം കിട്ടിയൊരു അംഗീകാരം എൻ്റെ കഴിവിന്. അത് തന്നത് എൻ്റെ ബിബിനാണ്, സിനിമപ്പാണ് അല്ലേ. അപ്പം ഇനിയുമുണ്ട് ഒരുപാട് മക്കൾ, ഒരുപാട് അമ്മ വേഷങ്ങൾ ചെയ്തുകൊണ്ട് സിനിമയിൽ നിന്ന് ഒരുപാട് മക്കളുണ്ട്. അപ്പം ബിബിൻ പ്രോട്ടോകോൾ പ്രകാരം കറക്റ്റാണ്. ഒന്നുമില്ലല്ലേ? ഓക്കെ, എന്തായാലും വിജയൻ സാറുള്ളത് തന്നെ പറഞ്ഞേക്കാം. ഈ പുറകെ സംസാരിക്കുന്നവർക്ക് ഞങ്ങളുടെ ഈ ഫംഗ്ഷൻ ബുദ്ധിമുട്ടാവുന്നുണ്ടാവോ? എനിക്ക് മനസ്സിലായി, കാരണം കുറെ പേര് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അവിടെ നിന്ന് ചെറിയ സംസാരിക്കുന്നത്. എന്നാലും ഒന്ന് ശ്രദ്ധിച്ചേക്കുക, നമ്മളിവിടെ വന്നത് ഈ പരിപാടി അറ്റൻഡ് ചെയ്യാനാണല്ലോ. അതിന്റെ പേരിൽ നല്ലൊരു കയ്യടി പുറകിൽ തന്നെ ആദ്യമുണ്ട്. അതാണ്. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന എൻ്റെ ഗുരുജനങ്ങളുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട അമ്മയുണ്ട്. അമ്മ അവിടെ ഇരിപ്പുണ്ട്. അമ്മ അവിടെ ഇരിപ്പുണ്ട്. കൈവക്കി അമ്മച്ചി. അമ്മച്ചി അവിടെ ഇരിപ്പുണ്ട്. ഭാര്യ മോളുണ്ട്. അത് എടുത്ത് പറഞ്ഞു, മൈക്കിൽ കൂടി പറഞ്ഞു. ഓക്കെ, ഞാൻ വളരെ സന്തോഷത്തോടു കൂടി അഭിമാനത്തോടു കൂടി വേദിയിൽ നിൽക്കുകയാണ്. ബിരിയൻ സാറ് പോകുന്നതിന് മുമ്പ് എനിക്ക് ഈ പ്രസംഗം പ്രസംഗിക്കണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിൽ താങ്ക് യു എന്നെ വിളിച്ചായിരുന്നു. വേറെ ഒന്നുമല്ല, കുഞ്ഞുനാൾ മുതൽ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളതിനുപരിയായിട്ട് സിനിമയിൽ നായകനാവണം എന്ന് സ്വപ്നം കണ്ട ആളാണ് ഞാൻ ബിരിയൻ സാറിനോട് നേരിട്ട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ കുഞ്ഞുനാളിൽ ഇങ്ങനെ ഓരോ സിനിമകൾ കാണുമ്പോൾ ഇത് നമ്മൾക്ക് പറ്റിയ പരിപാടിയല്ല എന്ന് ആളുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുമല്ലോ, പല രീതിയിൽ, പല വാക്കിൽ, പല സാഹചര്യങ്ങളിൽ. അപ്പോൾ എപ്പോഴും ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും വിനയൻ സാറിന്റെ പടങ്ങളുണ്ടല്ലോ, വിനയൻ സാറുണ്ടല്ലോ, അങ്ങനെ ഒരു പ്രതീക്ഷയുടെ പേരായിരുന്നു എനിക്ക് വിനയൻ സാർ. അതിനു മുമ്പ് കൈയടിക്കരുത്, നല്ല കൈയടിക്കുന്ന കാര്യം തന്നെയാണ്. ഒരു പ്രതീക്ഷയുടെ പേരായിരുന്നു എനിക്ക് വിനയൻ സാറ്. കാരണം എന്തെങ്കിലും ഒരിക്കൽ അദ്ദേഹം എന്നെ കാണുകയും തിരിച്ചറിയുകയും ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ വരികയും അദ്ദേഹം എന്തെങ്കിലും എന്നെ ഒരു സിനിമയിലെങ്കിലും ഒരു സിനിമയിൽ നായകനാക്കിയില്ലെങ്കിൽ ഒരു ചെറിയ വേഷം പോലും തരുമെന്ന്. കാരണം എനിക്ക് ചെറിയ വേഷം പോലും സിനിമയിൽ കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ പിന്നീട് എന്നെ ദൈവാനുഗ്രഹത്താൽ നാദിർഷിക്ക വഴിയും ഷാഫി സാറ് വഴിയും റാഫി സാറ് വഴിയൊക്കെ സിനിമയിൽ വരികയും അദ്ദേഹത്തിന് പിന്നീട് ഞാൻ നായകനായി അഭിനയിച്ചതിന് ശേഷവും ഞാൻ സാറിനോട് വിളിച്ച് ചാൻസ് ചോദിക്കലുണ്ട്. അപ്പോൾ അദ്ദേഹം എനിക്ക് 19ാം നൂറ്റാണ്ടിൽ നല്ലൊരു വേഷം തന്നതാണ്. പക്ഷെ എനിക്കന്ന് തിരുമാലി എന്ന് പറഞ്ഞൊരു പടം നടക്കുന്ന സെയിം ടൈമിലായതുകൊണ്ട് എനിക്കന്ന് പറ്റിയില്ല. ആ ക്യാരക്ടറാണ് മുസ്തഫ ചെയ്തത്, അതായത് നമ്മുടെ നായകനെ വിഷം കൊടുത്ത് കൊല്ലുന്ന കഥാപാത്രം അല്ലേ? കറക്റ്റ്. അപ്പോൾ വീണ്ടും അതിലേക്ക് വരുമ്പോൾ സാറിന് അടുത്ത 40 ദീപൊക്കെ തുടങ്ങുന്നുണ്ടെന്ന് അറിഞ്ഞു. ആ വിഷമം നമ്മൾ തീർത്തേക്കും സാർ. ഉറപ്പായിട്ടും ഇവിടെ വെച്ച് ഓർത്ത് വെച്ചപ്പോ പുറത്ത് ഉറപ്പിച്ചേട്ടാ. പിന്നെ ഈ പറയുന്നതുപോലെ ഒരു സിനിമ കഴിഞ്ഞ് നായകനായി എപ്പോഴും എല്ലാവരും കുറെ പേരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എടാ ഒരു സിനിമയാണ്, അതൊക്കെ എന്താ പറയുക, ചട്ടുവെള്ളം മുയില് ചാവുന്ന പോലെ സംഭവിക്കും, പിന്നീട് അങ്ങോട്ട് ഉണ്ടാവുമെന്ന് അറിയില്ല, അതുകൊണ്ട് നീ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടുത്തെ ജനങ്ങള്, ഇവിടുത്തെ എന്നെ ഇഷ്ടപ്പെടുന്നവർ, അല്ലെങ്കിൽ എന്നെ വിഷ്ണുവിനെ ഇഷ്ടപ്പെടുന്നവര്, ഞങ്ങളുടെ എഴുത്ത് ഇഷ്ടപ്പെടുന്നവര്, അന്ന് ഒന്നിൽ അവസാനിക്കുമെന്ന് വിചാരിച്ചിരുന്ന ഞാൻ തന്നെ
ഇത് ഇപ്പൊ എന്റെ 10ാമത്തെ സിനിമയാണ് നായകനായത്. അതിന് നിങ്ങളോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. അത് ഞാനൊരു ഫ്രം മൈ ഹാർട്ട്, എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയാണ്. ഇനിയും സപ്പോർട്ട് ചെയ്യുക, ഈ സിനിമയിൽ ഞങ്ങളെ അനുഗ്രഹിക്കുക. പിന്നെ ഇതിന്റെ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് രാഹുൽ കല്യാണിന്റെ പേരാണ്. എപ്പോഴും ഒരു സിനിമ ഉണ്ടാവുന്നത് ആ തിരക്കഥാകൃത്തിന്റെ മനസ്സിലാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹമാണ് ആ സിനിമ ജനിപ്പിക്കുന്നത്. അതിൽ നിന്നാണ് പിന്നെ ബാക്കി എല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ രാഹുൽ കല്യാൺ ഈ സിനിമയ്ക്ക് വേണ്ടി ഓടിയ ഓട്ടം എന്ന് പറഞ്ഞാൽ അത്രയുണ്ട്. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ സിനിമ അദ്ദേഹം വർക്കൗട്ടാക്കി എടുത്തത്. അതിന് കൂടെ നിന്ന അനുക്കുട്ടനും ഉപേനിച്ചേട്ടനും പിന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ പ്രൊഡ്യൂസേഴ്സിനും എല്ലാവർക്കും വീണ്ടും നന്ദി പറഞ്ഞുകൊള്ളുന്നു. താങ്ക് യു. ഇനി ഈ പടത്തിൽ തന്നെ മറ്റൊരു നായകനായിട്ടുള്ള ഹാൻസൺ ബോളിന് മൈക്ക് കൈമാറുന്നതാണ്. അതിലുണ്ട്. ഇപ്പോൾ ഈ ഒരു വേദിയിൽ അത് സംഭവിച്ച ഒരുപാട് നന്ദിയായിട്ട് പറയുന്നു. ഞാൻ റാഹിൽ മകൻ കോര എന്ന് പറഞ്ഞ സിനിമ ഉപേനയുടെ എനിക്ക് ഗാംബ്ലർ തുടങ്ങി അറിയാവുന്നതാണ്. എൻ്റെ പടത്തിൽ അസോസിയേറ്റ് ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ റാഹിൽ മകൻ കോര വന്നു. എനിക്ക് ഞാൻ ചെയ്യാത്തൊരു ക്യാരക്ടർ, എന്നെ അങ്ങനെ ആരും കാണാത്തൊരു ക്യാരക്ടറിലോട്ട് എന്നെ കൊണ്ട് നിർത്തി. സോ അതൊരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു. നിറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്.